താങ്കൾ മാത്രമാണ് ലോകത്ത് വിവരമുള്ളതാണ്. തനിക്കില്ല, അതുകൊണ്ടറിഞ്ഞ് നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ല. നേരത്തെ നമ്മൾ എന്ന് പറയുന്ന ആരാണ്? നിങ്ങളുടെ പേരെന്താ? ശാരിക. അപ്പൊ പിന്നെ ചോദിച്ച നിങ്ങളല്ലേ, ഇപ്പൊ നമ്മൾ ആരാന്ന് മനസ്സിലായില്ലേ? താങ്കൾക്ക് നല്ല ടെൻഷൻ ഉണ്ടോ? ഞാൻ എന്റെ ചോദ്യം എന്ന് പറഞ്ഞു മണ്ടൻ ചോദ്യമാണ്. എന്ത് ടെൻഷൻ? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറ. ഇതുപോലുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അവിടെ ഇരുന്ന് കേട്ടാ മതി. നിങ്ങൾ ഹോട്ട് സീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിവരമില്ലാതെ ചോദ്യം ചോദിക്കരുത്. അങ്ങനെയാ ഉത്തരം മുട്ടുമ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്. താങ്കൾ പറയുന്ന കേൾക്കാൻ ഞാൻ തയ്യാറാണ്. തയ്യാറാണെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കും. അവിടെ മിണ്ടാതിരിക്കണം നിങ്ങൾ. എന്നിട്ട് ചോദ്യം ചോദിച്ചില്ലേ? ഇനി കേക്ക്. അറിവില്ലാത്ത ആളാണെന്ന് ആദ്യമേ ബോധ്യം വേണം. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കും താങ്കൾ എന്നെ എങ്ങനെയൊക്കെ വിളിക്കുന്നല്ലേ? സ്ത്രീ എപ്പോഴും അടിമകളാണെന്നാണ് താങ്കൾ പറയുന്നത്. മുമ്പ് ഇവിടെ ഒരു സ്ത്രീ ഇരുന്നിട്ടുണ്ട്, അവരുടെ ഇങ്ങനെ അവരെ താങ്കളെ പ്രകോപിപ്പിച്ചില്ല. അതൊരു പാവകുട്ടി. പിന്നെ മര്യാദ കെട്ട സ്ത്രീയാണ്ടിരിക്കുന്നതിന്റെ മുന്നിൽ അല്ലാതെ വേറെ വിവരമൊന്നുമില്ല. അല്ലെങ്കിലും പുരുഷന്മാരുടെ ഒരു പ്രത്യേകത താങ്കൾ ഇപ്പോഴും പറയുന്ന പോലെ. പുരുഷന്മാരുടെ പ്രത്യേകതയെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞോളാം. ശരി, നിങ്ങൾ പുരുഷനല്ലല്ലോ. ഞാൻ പുരുഷനല്ല. അപ്പൊ പിന്നെ ഞാൻ പുരുഷനല്ല. പക്ഷേ അതുകൊണ്ട് മിണ്ടണ്ട. താങ്കൾ ഞങ്ങളുടെ ഗസ്റ്റാണ്. നിങ്ങളുടെ ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് മിണ്ടണം. ഞാൻ പറയുന്നത് കേൾക്കണം. കാരണം ഞാൻ ഗസ്റ്റാണ്. മര്യാദയില്ലാതെ എന്നോട് ചോദിക്കാനും പറയുന്നത് നിങ്ങളെ പോലെ ഒരാളാ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പാടാ. ഈ സമൂഹത്തിൽ എങ്ങനെ താങ്കൾ ജീവിക്കുന്നു? ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നൊക്കെ ഞാൻ നിങ്ങളെക്കാൾ കൂടെ പ്രായമില്ലേ? തീർച്ചയായിട്ടും എനിക്കറിയാം. അത് ഞാൻ നോക്കിക്കോളാം. അതായിക്കോട്ടെ. അതിനെപ്പറ്റി നിങ്ങൾ അറിയേണ്ടത്.